തുഹ്ഫത്തുൽ മുഹ്താജ് ഒന്നാം വാള്യത്തിന്റെ ക്ലാസ് റമദാൻ പ്രമാണിച്ച് തൽക്കാലം നിർത്തിവെക്കുന്നു. ഇൻഷാ അല്ലാഹ് ചരിത്രമായി തന്നെ ശവ്വാൽ 6 വൈനോമ്പ് കഴിഞ്ഞ ഉടനെ ഇൻഷാ അല്ലാഹ് അള്ളാഹുവിൻ്റെ പ്രത്യേകമായ തൗഫീഖോടുകൂടി ആരംഭിക്കുന്നതാണ്. ഇവിടെ നടക്കുന്നത് റമദാൻ സംബന്ധമായ അഹ്കാമുകൾ 5-6 ദിവസങ്ങൾ നിങ്ങൾക്ക് അത് കേൾക്കാം. ഭദ്രസുന്ദരമായി പഠിച്ച് റമദാനിന് വേണ്ടി അരയും തലയും മുറുക്കാം. അതിനു വേണ്ടിയാണ് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. റമദാൻ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതെപ്പോൾ? ആദ്യമായി അറിയേണ്ടത് റമദാൻ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതെപ്പോൾ? ഹിജ്റ 2-ാം വർഷം ശഅബാനിൽ. ഹിജ്റ 2-ാം വർഷം ശഅബാനിലാണ് റമദാൻ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടത്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആകെ എത്ര വർഷങ്ങളിൽ റമദാൻ ലഭിച്ചിരുന്നു? അതിൽ 29 എത്ര, 30 എത്ര? ആകെ ലഭിച്ചത് 9 റമദാനുകൾ. 9. ഒരു വർഷം മാത്രം 30. ബാക്കി 8 വർഷവും 29 മാത്രമേ ലഭിച്ചിരുന്നുള്ളൂ. എന്താണാവോ ഇത്രയും കുറച്ചത്? റമദാനിന്റെ പ്രാധാന്യം കേട്ട് സത്യവിശ്വാസികൾ റമദാൻ 29 കിട്ടുന്നുള്ളൂ എന്ന് അറിയുമ്പോഴേക്കും മറ്റാക്കായി പോകുന്നു, നിലം പതിച്ചു പോകുന്നു. പടച്ചവനെ, ഒരു ദിവസത്തെ പാരായണം കൊണ്ട് ഞങ്ങൾക്ക് 10,000 അതല്ലെങ്കിൽ കോടി ഹസനത്തുകൾ നേടേണ്ടതല്ലേ? ഇഅ്തികാഫ് പോയില്ലേ, തറാവീഹ് പോയില്ലേ എന്ന് പരിശുദ്ധന്മാരായ സത്യവിശ്വാസികൾ പടയാൻ തുടങ്ങി. അല്ലാഹു തആല സമാധാനപ്പെടുത്തേൻ. ഇബാദത്തുകളിൽ ഏറ്റവും അഗ്രഗണ്യരായ നബിയുനാ റസൂലുള്ളാഹി തങ്ങൾക്ക് പോലും 8 വർഷം 29 കിട്ടിയിട്ടുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ പൊരുത്തപ്പെടുക, സമാധാനിക്കുക. നിങ്ങൾ ബോധക്കേടല്ല, 30 ഇല്ലല്ലോ എന്ന് സത്യവിശ്വാസികൾ അധികം ചിന്തിച്ചത് കൊണ്ടാണ്. വല്ലാതെ ചിന്തിച്ചു. 24 മണിക്കൂർ കൊണ്ട് ഒരു നൂറ്റാണ്ടിന്റെ പ്രതിഫലം കൊയ്യാൻ സാധിക്കും. അത് പോയല്ലോ. 29 നോമ്പ് കൊണ്ട് ഞങ്ങൾ എന്ത് കാട്ടാനാണ് റബ്ബേ? 30 വേണ്ടേ? അല്ലാഹു തആല പഠിപ്പിച്ചു 30 അഭികാമ്യം. അതില്ല, ചില സന്ദർഭങ്ങളിൽ 29 കൊണ്ടും പൊരുത്തപ്പെടേണ്ടി വരും. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ അവരുടെ ജീവിതത്തിൽ കിട്ടിയ 9 വർഷങ്ങളിലുള്ള റമദാനുകളിൽ 8 29 വീതമേ കിട്ടിയിട്ടുള്ളൂ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എല്ലാ മുഅ്മിനീങ്ങളും സബൂർ ചെയ്തോളി, ക്ഷമിച്ചോളി എന്ന പാഠമാണ് അതിലുള്ളത്. എല്ലാ മാസങ്ങളിലും മാസപ്പിറവി കണ്ടുപിടിക്കുന്നതിൻ്റെ വിധി, റമദാനും അല്ലാത്തതുമായ എല്ലാ ഓരോ മാസത്തിനും മാസപ്പിറവി ശ്രദ്ധിച്ച് കണ്ടുപിടിക്കൽ ഫർള് കിഫായ, സാമൂഹ്യ ബാധ്യതയാണ്. എല്ലാ മാസവും മാസം കാണാൻ സാധ്യതയുള്ള ആ മഗ്‌രിബിന്റെ നേരത്ത് മാസപ്പിറവി കണ്ടുപിടിക്കൽ സമൂഹ ബാധ്യതയാണ്. ഒരാൾ ശഅബാൻ മാസം കണ്ടു, അത് നാട്ടിൽ സ്വീകാര്യമായതേ ഇല്ല. നാട്ടുകാർ അവനെ തട്ടിക്കളഞ്ഞു. റജബ് 30 ശഅബാൻ 1 എന്ന് പറഞ്ഞിട്ട് കയറി. ആയിക്കോട്ടെ, ശഅബാൻ മാസം ഒരാൾ കണ്ടു.
നാട്ടിൽ സ്വീകാര്യമായില്ല. നാട്ടുകാരുടെ ശഅബാൻ 29 അസ്തമിച്ച ശേഷം റമദാൻ മാസം കാണുന്നുമില്ല. ശഅബാൻ മാസം കണ്ടവന് അന്ന് 30 പൂർത്തിയായല്ലോ. നാട്ടുകാർക്കല്ലേ 29. ഇനി നോമ്പിന്റെ കാര്യത്തിൽ അവൻ്റെയും അവൻ പറയുന്നത് സത്യമാക്കുന്നവരുടെയും നിലപാട് വ്യക്തമാക്കുക. ഒരാൾ ശഅബാൻ 1 കണ്ടിരുന്നു. നാട്ടുകാരോട് പറഞ്ഞുതരാം, നാട്ടിലത് വിലപ്പോകുന്നില്ല. നാട്ടുകാർ റജബ് 30 ആചരിച്ചു. അങ്ങനെ കുറേ ദിവസം അങ്ങനെ നീങ്ങി നാട്ടുകാർക്ക് ശഅബാൻ 29. ഈ ശഅബാൻ 1 കണ്ടവന് നാട്ടുകാർ സ്വീകരിക്കാതെ ഇവൻ കണ്ടല്ലോ, അവന് 30 പൂർത്തിയായി. ഇനി എന്താ ഇവൻ വേണ്ടത്? അവർക്കെല്ലാവർക്കും ശഅബാൻ 30 പൂർത്തിയായതിൻ്റെ പേരിൽ റമദാനായി. നാട്ടുകാരുടെ നിലപാട് അവർക്ക് കണക്കിലെടുക്കാൻ അവകാശമില്ല. നാട്ടുകാർ എന്തോ ആയിക്കോട്ടെ. നാട്ടുകാർ പറയും നാളെ ശഅബാൻ 30 ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവൻ ശഅബാൻ നേരത്തെ കണ്ട ആളാണല്ലോ. അപ്പോൾ ഈ കണ്ടവനും ഇവനിൽ വിശ്വാസമുള്ള മുഴുവൻ ആളുകൾക്കും ശഅബാൻ 30 പൂർത്തിയായതായി പ്രഖ്യാപിക്കപ്പെടുന്നു. ആ കണ്ടവനും അവൻ്റെ വാക്കിൽ വിശ്വാസമുള്ള മുഴുവൻ ആളുകൾക്കും റമദാൻ പ്രവേശിച്ചു കഴിഞ്ഞു. നാട്ടുകാരുടെ നിലപാട് ഇവിടെ ഇവർക്ക് കണക്കിലെടുക്കാൻ അവകാശമോ അധികാരമോ ഇല്ല. മാസപ്പിറവി സ്ഥിരീകരിക്കാത്തവർ റമദാൻ ശവ്വാൽ മാസങ്ങൾ കണ്ടാൽ, ചില ആൾക്കാർ പറഞ്ഞാൽ അവരിൽ നിന്ന് മാസം എടുക്കാൻ പറ്റാത്തവർ പലരും ഉണ്ട്. റമദാൻ സ്ഥിരീകരിക്കാത്തവർ റമദാൻ മാസപ്പിറവി ശവ്വാൽ മാസപ്പിറവി കണ്ടു, എന്നാൽ അവരുടെ വിധി എന്താ? റമദാൻ മാസം കണ്ടാൽ നോമ്പെടുക്കൽ, ശവ്വാൽ മാസം കണ്ടാൽ നോമ്പ് ഉപേക്ഷിക്കലും അവർക്ക് നിർബന്ധമാണ്. നാട്ടുകാരുടെ നിലപാടല്ല നോക്കൽ. റമദാൻ മാസപ്പിറവി സ്ഥിരീകരിക്കാത്തവർ റമദാൻ കണ്ടുപോയി, ശവ്വാൽ കണ്ടുപോയി. റമദാൻ മാസം കണ്ടാൽ നോമ്പെടുക്കലും ശവ്വാൽ മാസം കണ്ടാൽ നോമ്പ് ഉപേക്ഷിക്കലും അവർക്ക് നിർബന്ധം. ഒരാളോട് അവൻ സ്ഥിതി ചെയ്യുന്ന പ്രദേശവുമായി ഉദയസ്തമന വ്യത്യാസം ഇല്ലാത്ത സ്ഥലത്ത് റമദാനോ ശവ്വാലോ ഉറപ്പിച്ചതോ സ്വയം മാസം കണ്ടതോ മാസപ്പിറവി തെളിയിക്കാൻ വകയില്ലാത്തവൻ അറിയിച്ചാൽ ഈ അറിയിപ്പ് ലഭിച്ചവർ എന്തു വേണം? ഒരാളോട് അവൻ സ്ഥിതി ചെയ്യുന്ന പ്രദേശവുമായി ഉദയസ്തമാന വ്യത്യാസം ഇല്ലാത്ത സ്ഥലത്ത് റമദാനോ ശവ്വാലോ ഉറപ്പിച്ചതായോ സ്വയം മാസം കണ്ടതായോ മാസപ്പിറവി തെളിയിക്കാൻ വകയില്ലാത്തവൻ അറിയിച്ചാൽ ഈ അറിയിപ്പ് കിട്ടിയവർ എന്ത് വേണം? ആ അറിയിപ്പ് സത്യമാണെന്ന വിശ്വാസമുണ്ടെങ്കിൽ റമദാൻ അറിഞ്ഞാൽ നോമ്പെടുക്കലും ശവ്വാൽ അറിഞ്ഞാൽ നോമ്പ് ഉപേക്ഷിക്കലും നിർബന്ധമാണ്. ആർക്കെല്ലാം വിശ്വാസം തോന്നിയോ അവർ റമദാൻ തുടങ്ങിക്കൊള്ളണം. പിന്നെ നാട്ടിലെന്തായി നാടുമായിട്ട് ഇടബന്ധമില്ല. മാസപ്പിറവി തെളിയിക്കാൻ യോഗ്യമല്ലാത്തവരുടെ അറിയിപ്പിലൂടെ റമദാൻ അറിഞ്ഞു, നോമ്പ് തുടങ്ങി, 30 പൂർത്തിയാക്കിയിട്ടും ശവ്വാൽ മാസം കാണുകയോ ശവ്വാൽ മാസം കണ്ടതായി വിശ്വാസയോഗ്യമായ വിവരം ലഭിക്കുകയോ ചെയ്യുന്നില്ല. ഇനി എന്താണ് ചെയ്യേണ്ടത്? 31-ാം ദിവസമായല്ലോ. റബ്ബേ, 30 ദിവസം പൂർത്തിയായി, നാളെ 31-ാം ദിവസമാണല്ലോ. റമദാൻ മാസപ്പിറവി തെളിയിക്കാൻ യോഗ്യത ഇല്ലാത്തവരുടെ അറിയിപ്പിലൂടെ അവരോടുള്ള വിശ്വാസം കൊണ്ട് റമദാൻ അറിഞ്ഞ് നോമ്പ് തുടങ്ങി, 30 നോമ്പ് അനുഷ്ഠിച്ചു. എന്നിട്ടും ശവ്വാൽ മാസം കാണുകയോ കണ്ടതായി
വിശ്വാസയോഗ്യമായ വിവരം ലഭിക്കുകയോ ചെയ്യുന്നില്ല. 31-ാം ദിവസം എന്താണ് ചെയ്യേണ്ടത്? നിർബന്ധമായി നോമ്പെടുക്കണം, വേറെ രക്ഷയില്ല. നമ്മൾ സൂക്ഷ്മതയ്ക്ക് വേണ്ടിയാണ് വിശ്വാസയോഗ്യമല്ലാത്തവർ നോമ്പായി എന്ന് പറഞ്ഞ സമയത്ത് നോമ്പെടുത്തത്. പക്ഷേ അത് ശരിയായിരുന്നെങ്കിൽ 30 പൂർത്തിയായാൽ മാസം കാണേണ്ടതായിരുന്നു. കാണുന്നില്ലല്ലോ. അപ്പോൾ നമ്മൾ അപകടത്തിൽപ്പെട്ടതായിരിക്കാം. 31-ാമത്തെ നോമ്പ് എടുക്കരുത്. മേൽപ്പറഞ്ഞ പ്രകാരം 31-ാം ദിവസം നോമ്പെടുത്താൽ പെരുന്നാൾ ദിവസം നോമ്പുകാരനായി എന്ന തെറ്റ് വരികയില്ലേ? അതിനാൽ എന്തു തന്നെയായാലും നോമ്പ് ഉപേക്ഷിക്കുകയല്ലേ വേണ്ടത്? പെരുന്നാളിൽ ആകാൻ സാധ്യത ഉണ്ടല്ലോ. അല്ല, കാരണം പെരുന്നാൾ ദിവസം നോമ്പെടുക്കുന്നത് ഹറാമാവേണമെങ്കിൽ അന്ന് പെരുന്നാളാണെന്ന പൂർണ്ണ ബോധ്യം വേണം. അതിവിടെ ഇല്ല. പെരുന്നാളായിരിക്കാമെന്ന സങ്കല്പം മാത്രമേ ഇവിടെ ഉള്ളൂ. അതുകൊണ്ട് പ്രശ്നമാക്കണ്ട. 31-ാം നോമ്പും എടുക്കേണ്ടി വരും. കാരണം നമ്മൾക്ക് വിവരം തന്നത് ആരാണ്? വിശ്വാസയോഗ്യമല്ലാത്ത ആളാണ്. മാസപ്പിറവി തെളിയിക്കാൻ കൽപ്പില്ലാത്തവരാണ് റമദാൻ കണ്ടതായി പറഞ്ഞത്. അവരോടുള്ള ആദരവ് കൊണ്ട് നമ്മൾ റമദാൻ തുടങ്ങിയ എന്നേ ഉള്ളൂ. 30 പൂർത്തിയായിട്ടും മാസം കാണുന്നുമില്ല, കണ്ടതായി വിശ്വാസയോഗ്യമായ അറിയിപ്പും കിട്ടുന്നില്ല. 31-ാം നോമ്പെടുക്കലേ നിർവാഹമുള്ളൂ. ഇനി ഒരു സ്ഥലത്ത് നിന്ന് പുറപ്പെടും. അവിടെ ശഅബാൻ മാസപ്പിറവി, ശഅബാൻ അവസാനിച്ച് റമദാൻ മാസപ്പിറവി സ്ഥിരീകരിച്ച് കണ്ടു ഉറപ്പിച്ചു. അവിടെ നിന്നും യാത്ര ചെയ്യൽ, ഉദയസ്തമാനം വ്യത്യാസമുള്ള ഒരു നാട്ടിലേക്ക്. അവിടെ പോയി നോക്കുമ്പോൾ ശഅബാൻ 30 പോലും റമദാൻ ആയിട്ടില്ല. എന്താ വേണ്ടത്? അങ്ങനെ അനുഭവപ്പെടലുണ്ട്. അബൂദാബിയിൽ നോമ്പ് കണ്ട് അവിടെ കണ്ട കാരണത്താൽ കേരളത്തിൽ കണ്ടുകൊള്ളണമെന്നൊന്നുമില്ല. വളരെ ദൂരമുണ്ട്. അവിടുത്തെ ശേഷമാണ് നമ്മൾക്ക് സാധാരണയായി കിട്ടല്. അബൂദാബിയിൽ നിന്നൊരാൾ വരുന്നു. മഗ്‌രിബിന് മാസപ്പിറവി അവിടെ ഉറപ്പിച്ചിട്ടുണ്ട്. യാത്ര ചെയ്യലായി കേരളത്തിലേക്ക്. സുബഹിക്ക് വന്ന് ചേർന്ന് നോക്കുമ്പോൾ ഈ നാട്ടിൽ എന്താ നടക്കുന്നത്? ശഅബാൻ 30. നാട്ടുകാരെ പോലെ ആവണോ? ഒരിക്കലുമല്ല എന്നാണ്. അവൻ അവിടെ വെച്ച് റമദാൻ കയ്യിൽ കിട്ടിയില്ലേ, ഇനി അത് വിട്ടുകളയാൻ പറ്റൂല. ഇവിടെ കണ്ടിട്ടില്ല എന്നത് അതൊരു ഹുജ്ജത്തെ അല്ല. നോമ്പെടുത്തു കൊള്ളണം എന്നാണ് അല്ലാമ ഇബ്നു ഹജർ അൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ആവർത്തിച്ച് ഖണ്ഡിതമാക്കി മറുപടി പറഞ്ഞത്. മറ്റുള്ളവർ പറഞ്ഞത് അങ്ങനെയല്ല. ഈ നാട്ടിൽ വന്നാൽ ഈ നാട്ടിലുള്ള വിധിയാണ് അംഗീകരിക്കേണ്ടത്. അവിടെ മാസപ്പിറവി കണ്ടതോ കാണാത്തതോ ഒന്നും ഇവിടെ മുണ്ടിപ്പോണ്ട. അതുകൊണ്ട് ഉടനെ നോമ്പ് മുറിച്ചു കൊള്ളണം. റമദാൻ തുടങ്ങാൻ അധികാരമില്ല എന്നാ പറയും മറ്റുള്ളവർ. ഇബ്നു ഹജർ ഹൈതമി ആന വലിച്ചാലും പൊലിയാത്ത ധീരതയോടെ പറയുന്നു, പറ്റില്ല, നോമ്പ് പൂർത്തിയാക്കിക്കൊള്ളണം, മുറിക്കാൻ അധികാരമില്ല. ഈ പ്രദേശത്ത് എത്തിച്ചേർന്ന പ്രദേശത്ത് മാസപ്പിറവി കണ്ടില്ല എന്നത് ഹുജ്ജത്തല്ല, കണ്ട സ്ഥലത്ത് നിന്നല്ലേ. ആ കണ്ട സ്ഥലത്ത് തന്നെ എപ്പോഴുണ്ടായാൽ മതി, ഉറുവിന്റെ നേരത്തുണ്ടായാൽ മതി. കാരണം അവിടെ നിന്ന് മാസം എടുത്തിട്ട് നിങ്ങൾ വേറെ ഏതെങ്കിലും നാട്ടിലേക്ക് പോയി, അവിടെ നേരം വെളുത്ത് അവിടെ റമദാനില്ല, എന്നാലും നിങ്ങൾ നോമ്പ് അവിടുന്ന് നിയത്ത് വെച്ച് നോമ്പോടുകൂടാ നോമ്പെടുക്കൂലേ? അപ്പോൾ മഗ്‌രിബിന്റെ ശേഷം അവിടെ ഉണ്ടാകില്ലേ മുറാദുള്ളൂ. ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് പോലും, എന്ത്, ഫജ്ർ സാദിഖിന് തൊട്ട് മുമ്പ് ഈ മാസപ്പിറവി എടുത്ത
നാട്ടിലോ ഉദയസ്തമാനം വ്യത്യാസമില്ലാത്ത സ്ഥലത്തോ അവൻ ഉണ്ടായിരിക്കണം. എന്നാലാണ് ഈ പറഞ്ഞത്. അങ്ങനെയില്ലേ? ഇല്ല, അങ്ങനെയില്ല. മഗ്‌രിബിന്റെ നേരത്ത് ഒരു നാട്ടിൽ നിന്ന് റമദാൻ ഉറപ്പിച്ചു, അവൻ അവിടെ ഉണ്ടായി, പിന്നെയും മൂവ് ചെയ്യേ. അപ്പോൾ റമദാൻ എടുത്ത നാടുണ്ടാവും, എടുക്കാത്ത നാടുണ്ടാവും, എടുത്ത നാടുണ്ടാവും, എടുക്കാത്ത നാടുണ്ടാവും. അങ്ങനെ പോയി അവൻ ചെന്നെത്തിയത് നേരം വെളുക്കുമ്പോഴാണ് ഫജ്ർ സാദിഖ്. മാസപ്പിറവി കാണാത്ത നാട്ടിൽ മുറിച്ചുകൂടാ. ഇവൻ റമദാനിൻ്റെ ഉത്തരവ് ഇവന് കിട്ടിക്കഴിഞ്ഞു. ഇനി ഇടയിൽ നിന്ന് എന്ത് മറിമായാട്ടം നടന്നു അതൊന്നും ഇവിടെ നോക്കില്ല. അങ്ങനെ സാധാരണ സംഭവിക്കരുത്. കാസർഗോഡ് നിന്ന് മഗ്‌രിബിന്റെ ശേഷം യാത്ര ചെയ്യുന്നു. റമദാൻ മാസപ്പിറവി കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നാളെ റമദാൻ ഒന്നാകുന്നു. യാത്ര ചെയ്ത് ബാംഗ്ലൂരിലെത്തി നോക്കി. അവിടെ ശഅബാൻ 30. നോമ്പ് മുറിക്കാൻ പറ്റൂല. നോമ്പിന്റെ സാഹിബായി. കാരണം ഇവന് കാസർഗോഡിൽ നിന്ന് ഈ മാസപ്പിറവി എടുത്ത ഉടനെ നിയത്ത് വച്ചിരുന്നുവെങ്കിൽ എനിക്ക് നോമ്പ് കിട്ടൂലേ? ബാംഗ്ലൂരിലെത്തിയ കാരണം കൊണ്ട് നോമ്പ് ഫസാദാകുന്നുണ്ട നോമ്പിന്റെ നിയത്ത്. അപ്പൊ ഇമാം അസ്ലമി റഹ്മത്തുള്ളാഹി അലൈഹി പറയും, ഉറൂബിന്റെ നേരത്ത് മാസം ഉറപ്പിച്ച ആ പ്രദേശത്ത് ഇവനുണ്ടായി. പിന്നെ ഇവൻ നീങ്ങി മാസം ഉറപ്പിക്കാത്ത നാട് കിട്ടി, ഉറപ്പിച്ച നാട് കിട്ടി, ഉറപ്പിക്കാത്ത നാട് കിട്ടി. അങ്ങനെ പകൽ സമയത്ത് കടത്തി മാസം ഉറപ്പിക്കാത്ത പ്രദേശത്തെത്തി. എന്നാലും വിധി തന്നെ മുറിക്കാൻ പറ്റൂല. ചുരുക്കം ചിലർ പറയുന്നത് ഫജ്റിന്റെ തൊട്ടു മുമ്പ് മാസപ്പിറവി ഉറപ്പിച്ച നാട്ടിലോ അതുമായി ഉദയസ്തമാനം വ്യത്യാസമില്ലാത്ത സ്ഥലത്തോ അവൻ ബാക്കിയായെങ്കിൽ മാത്രമേ മുറിക്കാൻ പാടില്ലാണ്ടുള്ളൂ. അങ്ങനെയില്ല. ഇപ്പൊ ബാംഗ്ലൂർ, മൈസൂർ ഇതെല്ലാം സഞ്ചരിക്കുന്നവർ ഇബ്നു ഹജർ ഹൈതമി തങ്ങളുടെ കൗല് മുറുകെ പിടിക്കുമ്പോൾ ഒറ്റക്ക് നോമ്പെടുക്കലന്നെ. ആ മസല ഒന്ന് കേട്ടോ. സാധാരണ നടപ്പിലുള്ളതാണ്. റമദാൻ മാസപ്പിറവി കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരാൾ അബുദാബിയിൽ വെച്ച് നോമ്പ് പിടിച്ചു. കേരളത്തിലേക്ക് യാത്ര പുറപ്പെട്ടു. മാസം സ്ഥിരീകരിക്കാത്തതിനാൽ കേരളത്തിൽ അന്ന് നോമ്പില്ല. ശഅബാൻ 30 അവൻ നോമ്പ് എന്ത് ചെയ്യണം? കേരളത്തിൽ എത്തിയാൽ ആ നോമ്പ് മുറിക്കാൻ വല്ല വകുപ്പുമുണ്ടോ? അവൻ നോറ്റ ആ നോമ്പ് പൂർത്തിയാക്കൽ അവന് നിർബന്ധമാണ്. കേരളത്തിലെ സ്ഥിതി അന്ന് അവൻ പരിഗണിക്കരുത്. അവൻ നോറ്റ ആ നോമ്പ് പൂർത്തിയാക്കൽ അവന് നിർബന്ധമാണ്. അവൻ നോമ്പോടെ എത്തിച്ചേർന്ന സ്ഥലത്ത് നോമ്പില്ലാത്തത് അവൻ പരിഗണിക്കരുത് എന്നും അൽ-ഇമാം ഇബ്നു ഹജർ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി ശക്തിയുക്തം തെളിയിച്ചിട്ടുണ്ട്. എന്നാൽ രണ്ടാം കൗല് കേട്ടോ. അവൻ നോറ്റ ആ നോമ്പ് പൂർത്തിയാക്കരുതെന്നും അവൻ എത്തിച്ചേർന്ന സ്ഥലത്തുള്ള സ്ഥിതി പരിഗണിച്ച് അന്ന് അവൻ നോമ്പ് ഉപേക്ഷിക്കലാണ് നിർബന്ധമെന്നും ഇമാം മുഹമ്മദ് റംലി, ഇമാം മുഹമ്മദ് അൽ ഖതീബ് ശിർബീനി, അസ്സയ്യിദ് ഉമർ അൽ ബസരി, അസ്സയ്യിദ് സംഹൂദി, ഇമാം ഇബ്നു ഖാസിം, ഇമാം ഖൽയൂബി എന്നിവർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. റമദാൻ മാസപ്പിറവി കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ വിദേശത്ത് നിന്ന് നോമ്പ് പിടിച്ചുകൊണ്ട് കേരളത്തിലെത്തി. മാസം സ്ഥിരീകരിക്കാത്തതിനാൽ കേരളത്തിൽ നോമ്പില്ലാതെ വരുമ്പോൾ നമ്മിൽ പലരും കേരളത്തിലെ അവസ്ഥയനുസരിച്ച് നോമ്പ് മുറിക്കുന്നത് കാണാം. ഇത് മുകളിൽ പറഞ്ഞ ഉദ്ധരണി പ്രകാരം മാത്രമായിരിക്കും എന്ന് പറഞ്ഞാൽ ഇമാം റംലി, ഇമാം ഖതീബ് ശിർബീനി, ഉമർ അൽ ബസരി, സയ്യിദ് സംഹൂദി, ഇബ്നു ഖാസിം, ഖൽയൂബി എന്നിവർക്കെല്ലാം അഭിപ്രായമുണ്ട്. എത്തിച്ചേർന്ന നാടാണ് നോക്കേണ്ടത്. ഇനി ഈ വിഷയത്തിൽ യാതൊരു തർക്കത്തിനും ചോദ്യത്തിനും അവകാശമില്ല. സഞ്ചരിച്ചു കൊണ്ടിരിക്കും ഒരാൾ മഗ്‌രിബിന്റെ നേരത്ത് റമദാൻ മാസപ്പിറവി ഉറപ്പിച്ച നാട്ടിലുണ്ട്. സഞ്ചരിച്ചാൽ എവിടെയെത്തുമല്ലോ. ഉദയസ്തമാനം വ്യത്യാസമുള്ള വളരെ വിദൂരമായ
സ്ഥലത്തേക്ക് സഞ്ചരിച്ചു. അവിടെ പോയി നോക്കുമ്പോഴേക്ക് മാസപ്പിറവി ഇല്ലേ ഇല്ല. ഇല്ല എന്ന് പറഞ്ഞിട്ട് എന്താക്കാൻ പറ്റൂല, നോമ്പ് മുറിക്കാൻ പറ്റൂല. ആ നാട്ടുകാരെ പോലെ അനുകൂലിക്കണം. ഇന്നത്തെ ഈ ദിവസമല്ല, അവസാനത്തിൽ അനുകൂലിക്കാം. ആ നാട്ടുകാരെ പോലെ അലിഞ്ഞു ചേരല്. പൊതുവെ അങ്ങനെ ഒരു നിയമമുണ്ട്. ഒരു നാട്ടിലെത്തിയാൽ ആ നാട്ടിലുള്ള നിയമമല്ലേ നമ്മൾ മുറുകെ പിടിക്കേണ്ടത്. നമ്മൾ എവിടെ നിന്ന് കടന്നു വന്നു എന്നല്ലല്ലോ. ഇബ്നു ഹജർ ഹൈതമി പറയുന്നു, ഒരിക്കലുമല്ല. മാസം കാണുക എന്നത് വസ്തുനിഷ്ഠമായ തെളിവാണ്. ആ മാസം കണ്ട കൂട്ടത്തിൽ ഇവനും മെമ്പറാണ്. നോമ്പിന്റെ ഉത്തരവാദിയായി. അവൻ എത്തിച്ചേർന്ന സ്ഥലത്ത് നോമ്പ് കണ്ടുകിട്ടിയില്ല. അത് അവരുടെ ഭാഗ്യക്കേട്. അവർക്ക് ഭാഗ്യമുണ്ടെങ്കിൽ കാണായിരുന്നു, അല്ലെങ്കിൽ നോക്കിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ വേറെ ഏതോ കാർമേഘം കൊണ്ടോ മൂടിയിട്ടുണ്ടാവും. അപ്പൊ ഇത്രയും തഹ്ഖീഖോടുകൂടെ കണ്ടത് കൊണ്ടല്ലേ അവൻ ചെയ്യേണ്ടത്. കാണുക എന്നതല്ലേ, കണ്ടിട്ടല്ലേ എടുത്തത്. അപ്പൊ ഇവിടെ രണ്ടാമത്തെ സംശയം വരുത്ത്, നേരത്തെ അല്ലേ മഗ്‌രിബിന് അവിടെ ഉണ്ടായത്? ഇശാക്ക് വേറെ നാട്ടിലല്ലേ, സുബീന്റെ നേരത്ത് വേറെ നാട്ടിൽ അല്ലേ? അപ്പൊ ആ നാട്ടിൽ മാസപ്പിറവി ഉറപ്പിച്ചിട്ടുണ്ടോ എന്നല്ലേ നോക്കേണ്ടത്, അല്ല എന്നാണ്. അങ്ങനെ നോക്കിയവരുമുണ്ട്. ഇമാം അസ്നവി റഹ്മത്തുള്ളാഹി അലൈഹി കട്ടായമായി പറയുന്നു, മഗ്‌രിബിന് അവൻ അവിടെ ഉണ്ട്. അതിൻ്റെ ശേഷം സഞ്ചരിക്കുന്ന നാട്ടിൽ മാസം കാണാതെ നാടുകൾ ഇങ്ങനെ കണ്ടുകൊണ്ടേണ്ട്. ഫജ്ർ സാദിഖിന്റെ നേരത്ത് മാസപ്പിറവി ഉറപ്പിക്കാത്ത നാട്ടിലാണ് ഉള്ളത്. എന്നാലും മഗ്‌രിബിന്റെ നേരത്ത് അവൻ മെമ്പർഷിപ്പ് എടുത്തത് കൊണ്ട് നോമ്പ് അന്ന് പൂർത്തിയാക്കിക്കൊള്ളണം. നാട്ടുകാർക്ക് നോമ്പുണ്ടാവില്ല അവൻ എത്തിച്ചേർന്ന നാട്ടിൽ. നോമ്പും യാത്രയും ഒന്ന് പഠിച്ചു നോക്കി. റമദാൻ നോമ്പെടുത്ത് ഒരാൾ അവൻ സ്ഥിതി ചെയ്യുന്ന നാട്ടിൽ നിന്നും ഉദയസ്തമാന വ്യത്യാസമുള്ള ഒരു പ്രദേശത്തെത്തിയപ്പോൾ അവിടെ പെരുന്നാൾ. റമദാൻ നോമ്പ് പിടിച്ചുകൊണ്ട് ഉദയസ്തമാനം വ്യത്യാസമുള്ള വിദൂരമായ സ്ഥലത്തെത്തിയപ്പോൾ അവിടെ പെരുന്നാൾ. അവന് അന്ന് നോമ്പ് ഉപേക്ഷിക്കൽ നിർബന്ധമാണ്. അവന്റെ 29-ാം നോമ്പിനാണ് ഈ മുറിക്കേണ്ടി വന്നെങ്കിൽ ഒരു നോമ്പ് ഖളാ വിട്ടണം. കാരണം 28 നോമ്പ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു റമദാനില്ല. 30-ാം നോമ്പിലാണെങ്കിൽ ഖളാ വീട്ടേണ്ട ആവശ്യമേ ഇല്ല. അവൻ പുറപ്പെട്ട സ്ഥലത്തോ എത്തിച്ചേർന്ന സ്ഥലത്തോ ഇതേ വർഷം ആകെ കിട്ടിയ നോമ്പുകൾ 29-ഓ 30-ഓ എന്നൊന്നും ഇവിടെ പറയേണ്ട ആവശ്യമില്ല. എനിക്ക് പഠിക്ക്. റമദാൻ നോമ്പെടുത്ത് വിദൂരമായ സ്ഥലത്തെത്തിയപ്പോൾ അവിടെ പെരുന്നാൾ. അവന് നോമ്പോടുകൂടെ ആ നാട്ടിൽ താമസിക്കാൻ പറ്റില്ല. നോമ്പ് ഉപേക്ഷിക്കൽ നിർബന്ധം. 29-ാം നോമ്പിലാണ് ഇങ്ങനെ മുറിക്കേണ്ടി വന്നത്. എന്നാൽ ഒരു നോമ്പ് ഖളാ വിട്ടണം. 30-ലാണ് ഇങ്ങനെ മുറിക്കേണ്ടി വന്നത്. ഒന്നും വേണ്ട. ഇവിടെ ചിലർ ചിന്തിക്കുന്നു, അവൻ പുറപ്പെട്ട സ്ഥലത്ത് അല്ലെങ്കിൽ എത്തിച്ചേർന്ന സ്ഥലത്ത് ഈ വർഷം 30 ഉണ്ടല്ലോ, 29 30 മുകളിൽ പറയപ്പെട്ട വിധികൾക്ക് യാതൊരു മാറ്റമില്ല. 29-ാം ദിവസമാണ് മുറിക്കേണ്ടി വന്നത്. അപ്പൊ 28 കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഒരു നോമ്പ് ഖളാ വിട്ടണം. 30-ാം നോമ്പിലാണ് ഇങ്ങനെ മുറിക്കേണ്ടി വന്നത്. എന്നാൽ ഒന്ന് ഖളാ വിട്ടേ വേണ്ട. അവൻ പുറപ്പെട്ട നാട്ടിലോ എത്തിച്ചേർന്ന നാട്ടിലോ 29-ആണോ 30-ആണോ എന്നൊന്നും ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ല. ഒരു നാട്ടിൽ വെച്ച് പെരുന്നാളാക്കിയവൻ ഉദയസ്തമാനം വ്യത്യാസമുള്ള സ്ഥലത്ത് അവൻ അന്ന് പകലിൽ ചെന്നെത്തിയപ്പോൾ അവിടെ നോമ്പാണ്. സുബ്ഹാനല്ലാഹ്. ഒരു നാട്ടിൽ വെച്ച് പെരുന്നാളാക്കിയവൻ ഉദയസ്തമാനം വ്യത്യാസമുള്ള സ്ഥലത്ത് അന്ന് പകലിൽ എത്തിപ്പെട്ടപ്പോൾ അവിടെ നോമ്പാണ്. എന്താ ചെയ്യും? അന്ന് പകൽ അവൻ അവിടെ ഉണ്ടാകുന്ന അത്രയും സമയം നോമ്പുകാരനെ പോലെ പിടിച്ചു നിൽക്കൽ നിർബന്ധമാണ്. ആ നോമ്പ് പിന്നീട് ഖളാ വീട്ടേണ്ടതില്ല, ഖളാ വീട്ടലില്ല. നാട്ടുകാരെ പോലെ ഇത് വേണം, നോമ്പുകാരനെ പോലെ പിടിച്ചു നിൽക്കണം. പെരുന്നാളിൻ്റെ പുസ്തകം പറ്റൂല. പെരുന്നാളാക്കിയിട്ടാ വരുന്നു.
പകലിൽ കയറി വരുന്നേരം ഇവിടെ 30-ാം നോമ്പ് പോലും. എന്നാൽ പെരുന്നാൾ ആഘോഷം പറ്റൂല. അവിടെ എത്ര സമയമുണ്ടോ നോമ്പുകാരെ പോലെ പിടിച്ചിരിക്കുക. അതിന് മുതലായിട്ട് സ്പെഷ്യലായിട്ട് വേറെ നോമ്പ് എടുക്കണം ഒന്നും വേണ്ട. നോമ്പ് എടുക്കേണ്ടതപ്പോൾ ഫജ്റിന് മുമ്പ് എത്തിയിട്ടുണ്ടെങ്കിൽ നോമ്പ് എടുക്കുക വേണം. അവർക്ക് കൂടിയിട്ട് നീയത്തും വെച്ച് നോമ്പ് എടുക്കണം. ഇത് പകലിലാണ് കയറി വന്നത്. തിന്ന് കുടിച്ച് പെരുന്നാൾ ആഘോഷിച്ച് അങ്ങനെ മദ്യത്തിലാണ് കയറുന്നത്. പകലിൽ വെറുതെ പിടിച്ച് നിന്നാൽ മതി. പിന്നെ നോമ്പെടുക്കണം എന്ന് ചിലർ പറഞ്ഞു. അത് ഫജ്ർ സാദിഖിന് 1 സെക്കൻഡ് മുമ്പ് എത്തിയിട്ടുണ്ട്. എന്നാൽ ഒറിജിനൽ നോമ്പ് തന്നെ എടുക്കണം. നഷ്ടപ്പെടുത്തിയ ഖളാ വീട്ടേണ്ടിയും വരും. ഇതെന്ന് പറഞ്ഞാൽ ഭാഗികമായ ഒരു നോമ്പേ കിട്ടുന്നുള്ളൂ. അതുകൊണ്ട് നാട്ടുകാരോട് ഇണങ്ങിച്ചേർന്നുകൊണ്ട് നാട്ടുകാരോട് വിഘടനം പാടില്ല എന്ന നിലക്ക് നോമ്പുകാരെ പോലെ നിൽക്കണം. ഒരു നാട്ടിൽ നിന്നും റമദാൻ തുടങ്ങിയതനുസരിച്ച് 30 നോമ്പുകൾ തീർന്ന് അതുമായി ഉദയസ്തമാനം വ്യത്യാസമുള്ള നാട്ടിൽ പ്രഭാതത്തിന് തൊട്ടു മുമ്പ് അവൻ ഹാജരായി. അവിടുത്തുകാരുടെ അന്നത്തെ നോമ്പിനുള്ള ആരംഭമായി. അവിടെ വെച്ച് ഇയാളെന്ത് വേണം? 30 നോമ്പ് പൂർത്തിയാക്കിയിട്ട് വേറൊരു നാട്ടിലേക്ക് പോയി. ഉദയസ്തമാനം വ്യത്യാസമുള്ള സ്ഥലത്ത് അവിടെ പോയി നോക്കുമ്പോൾ നീയത്ത് വെക്കാൻ സമയമുണ്ട് പോലും. 30 കഴിഞ്ഞില്ലേ? അവന് നോമ്പ് നിർബന്ധമാണ്. ഉപേക്ഷിച്ചാൽ ഖളാ വീട്ടുകയും വേണം. 30 നോമ്പ് തീർന്നവനാണെന്ന നിലയിൽ ഒരു ഇളവുമില്ല. മാത്രമല്ല ഇങ്ങനെ അവൻ നാട് മാറി 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 സഞ്ചരിച്ച് അതാത് സ്ഥലങ്ങളിൽ നോമ്പ് നടക്കാനിരിക്കുന്ന പ്രഭാതത്തിന് തൊട്ടു മുമ്പ് എത്തും തോറും അവൻ നോമ്പെടുക്കൽ നിർബന്ധമായിക്കൊണ്ടിരിക്കും. അങ്ങനെ നോമ്പുകൾ 31, 32 അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. 30 നോമ്പ് പൂർത്തിയാക്കി ഉദയസ്തമാനം വ്യത്യാസമുള്ള സ്ഥലത്ത് പോയി. അങ്ങനെ പോക്കുകൊണ്ട് നോമ്പെടുക്കാൻ കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ പോയി നോക്കുമ്പോഴേക്ക് അവിടെ 30-ാം നോമ്പ് തുടങ്ങുന്നേ ഉള്ളൂ. നീയത്ത് വെക്കാൻ സമയമുണ്ട്. ഒറിജിനൽ നോമ്പ് കിട്ടി. അവിടുന്ന് നീ വേറൊരു നാട്ടിലേക്ക് പോയി. മഗ്‌രിബിന് പോയി നോക്കുമ്പോൾ അവിടെ 29 നോമ്പേ ആയിട്ടുള്ളൂ. പിറ്റേന്ന് ഇനിയും നോമ്പുണ്ട്. 32-ാം നോമ്പ് നോക്ക്. നാട് മാറി സഞ്ചരിച്ചു. ഫജ്റിന് മുമ്പ് എത്തി. നീയത്ത് വെക്കേണ്ടുന്ന അവസരം കിട്ടി. ആ നാട്ടിൽ നോമ്പാണ്. എന്നാൽ ഇവനിക്കും നോമ്പ് തന്നെയാണ്. 30 കഴിഞ്ഞില്ലേ? 31 കഴിഞ്ഞില്ലേ? 32 കഴിഞ്ഞില്ലേ? 33 കഴിഞ്ഞില്ലേ? 34 കഴിഞ്ഞില്ലേ? എത്ര ആയിക്കോട്ടെ. നീയത്ത് നോമ്പിന് കാര്യമായി വേണ്ടതാണ്. നീയത്ത്, നോമ്പിൻ്റെ നീയത്തിൻ്റെ നിബന്ധനകൾ. നോമ്പിൻ്റെ സാധുതയ്ക്ക് അത്യന്താപേക്ഷിതമാണ് നീയത്ത്. ഹൃദയമാണ് നീയത്തിൻ്റെ സ്ഥാനം. കേവലം നാവ് കൊണ്ടുള്ള മൊഴി നീയത്താവുകയില്ല. എങ്കിലും അത് സുന്നത്ത് തന്നെ. നോമ്പിൻ്റെ വിശേഷണങ്ങളും സാരാംശങ്ങളും ഹൃദയത്തിൽ ഹാജരാക്കേണ്ടതുണ്ട്. നോമ്പെടുക്കുന്നു എന്ന തീരുമാനവും കൂടി അതിൽ ഉൾക്കൊള്ളിക്കണം. അർത്ഥമറിയാതെ പദങ്ങൾ ഉരുവിട്ടത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല. നോമ്പിന് ശക്തി കിട്ടാൻ അത്താഴം തിന്നുക. പകലിൽ ദാഹിക്കാതിരിക്കാൻ വെള്ളം കുടിക്കുക. പ്രമാദം ഭയന്ന് ഭക്ഷണപാനീയ ഭോഗങ്ങൾ വർജിക്കുക. ഇവ കൊണ്ട് മാത്രം നീയത്താവുകയില്ല. അത് കളി കാണുമ്പോൾ ഒരു നോമ്പിൻ്റെ കളിയുണ്ട്. അതൊന്നും പോല. നീയത്ത് ഹൃദയത്തിൽ ഇട്ട് ഉറപ്പിക്കേണ്ട വേണം, ശരിയായ രൂപത്തിൽ. ഫർദ് നോമ്പുകൾ ഏതൊക്കെ? റമദാൻ നോമ്പ്, നേർച്ച നോമ്പ്, പ്രായശ്ചിത്ത നോമ്പ്. ഫർദ് നോമ്പ്. ഫർദ് നോമ്പിൻ്റെ നീയത്തിലുള്ള നിബന്ധനകൾ 2. രാത്രിയിലായിരിക്കൽ, നിർണയിക്കൽ. വിവേകമുള്ള കുട്ടികൾ നിർവഹിക്കുന്ന ഫർദ് നോമ്പുകൾക്ക് നീയത്ത് രാത്രി തന്നെ വേണ്ടതുണ്ടോ? കുട്ടികൾ, തമീസായ കുട്ടികൾ ഫർദ് നോമ്പ് എടുക്കുന്നില്ലേ? അത് നിർബന്ധമായ നോമ്പാ. ഫർദ് നോമ്പ് എടുക്കുന്നു. ഫർദ് നോമ്പിൻ്റെ പേര് പറഞ്ഞിട്ട് രാത്രി തന്നെ നീയത്ത് വേണം, അല്ല പകലിൽ മതിയാ. ഉണ്ട് വിവേകമുള്ള കുട്ടികളുടെ ഫർദ് നോമ്പുകൾ സുന്നത്തായിട്ടാണ് വകവെക്കപ്പെടുക എങ്കിലും നീയത്ത് രാത്രിയിൽ തന്നെ ആയിരിക്കും അനിവാര്യമാണ്. യാതൊരു വൃത്തിയും നൽകൂല.
ഓരോ ദിവസത്തെ റമദാൻ നോമ്പിനും വെവ്വേറെ 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 നിയത്ത് വെക്കേണ്ടതുണ്ടോ? ഉണ്ട്. റമദാൻ തീരുന്നത് വരെയുള്ള എല്ലാ നോമ്പുകൾക്കും കൂടി ആദ്യ രാത്രി മൊത്തത്തിൽ നിയത്ത് വെച്ചാൽ ആ നിയത്ത് ആദ്യത്തെ ഒരു നോമ്പിന് മാത്രം ഉപകാരപ്പെടും, പിന്നെ ഒന്നും ഉപകാരപ്പെടൂല. റമദാൻ നോമ്പിന്റെ ഒന്നാമത്തെ രാത്രി നിയത്ത് വെച്ച് റമദാൻ തുടങ്ങിയത് മുതൽ അവസാനിക്കുന്നത് വരെയുള്ള എല്ലാ ദിവസങ്ങൾക്കുമുള്ള നോമ്പെടുക്കാൻ, റമദാൻ നോമ്പെടുക്കാൻ ഞാൻ തീരുമാനിച്ചു എന്നാൽ ഒരു നോമ്പിന് മതി, അതിൻ്റെ ഗ്യാരണ്ടി. പിന്നെ എക്സ്പയറി ഒരു ഫലവും ഇല്ല. റമദാനിൽ എല്ലാ രാത്രിയിലും വെവ്വേറെ നിയ്യത്ത് നിർബന്ധമില്ല എന്ന് അഭിപ്രായപ്പെട്ട മദ്ഹബുണ്ടോ? ഉണ്ട്. മാലിക്കി മദ്ഹബ്. എന്താണ് അവർ പറയുന്നത്? റമദാനിലെ ഓരോ രാത്രിയിലും വെവ്വേറെ വെവ്വേറെ നിയ്യത്ത് വെക്കലാണ് ഏറ്റവും പരിപൂർണത. എന്നാൽ റമദാനിലെ ഒരു രാത്രിയിൽ ബാക്കിയുള്ള ദിവസങ്ങൾക്കെല്ലാം നിയത്ത് ചെയ്താൽ അത് റമദാൻ അവസാനം വരെ എല്ലാ നോമ്പുകൾക്കും മതിയാവും എന്നാണ് മാലിക്കി മദ്ഹബ് പഠിപ്പിക്കുന്നത്. നിയത്ത് ഒന്നിച്ചു വെച്ചാൽ മാലിക്കി മദ്ഹബിലെ പ്രസ്തുത ആനുകൂല്യം ഷാഫികൾക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താം? മാലിക്കി മദ്ഹബ് പരിഗണിച്ച് റമദാനിലെ മുഴുവൻ നോമ്പിന് വേണ്ടി ആദ്യ രാത്രി തന്നെ മൊത്തത്തിൽ കരുതി വെക്കൽ പ്രത്യേകം സുന്നത്താണ്. ഇടയിൽ ഏതെങ്കിലും രാത്രി നിയത്ത് മറന്നു പോയാൽ മാലിക്കി മദ്ഹബ് അവലംബിച്ച് അന്നത്തെ ഫർദ് നോമ്പ് നേരായ വണ്ണം കരസ്ഥമാക്കാൻ അവൻ അവസരം ലഭിക്കുന്നു. അതുകൊണ്ട് എല്ലാവരും റമദാനിൻ്റെ തുടക്കത്തിൽ ശ്രദ്ധിച്ചു കൊള്ളണം. നാളത്തെ നോമ്പ് എന്ന് പറഞ്ഞ് നിർത്തരുത്. നാളെയും റമദാൻ അവസാനിക്കുന്നത് വരെയുള്ള എല്ലാ ദിവസത്തിലും ഫർദ് നോമ്പെടുക്കാൻ ഞാൻ തീരുമാനിച്ചു. ഇനി വേറെയും ഒരു നിയമം. റമദാൻ നോമ്പ് സാധുവാകാൻ നിയത്ത് ഉച്ചയ്ക്ക് മുമ്പ് മതി എന്ന് പഠിപ്പിക്കുന്ന മദ്ഹബ്. ഖബല ളുഹ്ർ സുന്നത്ത് നോമ്പിന്റെ പോലെ. ഹനഫി മദ്ഹബ് ഇത് പ്രകാരവും പ്രഭാതം മുതൽ നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ വർജിക്കൽ നിർബന്ധമാണ്. ശ്രദ്ധിക്കുക, ഇങ്ങനെ നിയത്ത് വെക്കുന്നവർ നാളത്തെ നോമ്പ് എന്ന് കരുതിയാൽ നോമ്പാവില്ല. പകലാ നിയത്ത് വെക്കുന്നു, നാളത്തെ നോമ്പ്, ഇന്നത്തെ നോമ്പ്. നവൈത്തോ സോമ ഖദീർ അല്ല, സോമല്യോ ഇന്നത്തെ നോമ്പ്. ഹനഫികളുടെ ഈ വീക്ഷണം ഷാഫികൾ ഉപയോഗപ്പെടുത്തേണ്ടതിങ്ങനെ. റമദാനിൽ രാത്രി മറന്ന ഷാഫി മദ്ഹബുകാർ നോമ്പ് മുറിയുന്നതൊന്നും പകലിൽ അവനിൽ നിന്ന് ഉണ്ടായിട്ടില്ലെങ്കിൽ ഉച്ചക്ക് മുമ്പായി നോമ്പിന് നിയത്ത് വെക്കൽ പ്രത്യേകം സുന്നത്താണ്. ഹനഫി മദ്ഹബ് മുറുകെ പിടിച്ച് അന്ന് നിയമാനുസൃതം നോമ്പ് ലഭിക്കാൻ അവർക്ക് ഭാഗ്യം കിട്ടും. അപ്പൊ നോമ്പ് നിയത്ത് വിട്ടുപോയാൽ ഉച്ചക്ക് മുമ്പ് പച്ചക്കറി. ഹനഫി മദ്ഹബ് പ്രകാരം ഞാൻ നീങ്ങുന്നു എന്ന കരുത്തുണ്ടായാൽ ഭാഗ്യം കിട്ടി. പ്രഭാതമായോ എന്ന് സംശയിച്ചുകൊണ്ട് ഫർദ് നോമ്പിന് നിയത്ത് ചെയ്താൽ ആ നിയത്ത് സാധുവാകുമോ? പഠിച്ചവനെ പ്രഭാതമായോ എല്ലായിട്ടില്ലേ, പഠിച്ചവനെ പ്രഭാതമായോ ഇല്ലയോ, നിയത്ത് ശരിയാവില്ല. ഫർദ് നോമ്പിന്റെ നിയത്ത് രാത്രിയിൽ തന്നെ ആയിരിക്കൽ നിർബന്ധമുണ്ട്. ഇത് ഭംഗം വന്നോ എന്ന സംശയം നിയത്തിന് നിലനിൽപ്പില്ലാതാക്കി. ഫർദ് നോമ്പിന് നിയത്ത് ചെയ്ത ശേഷം ഞാൻ ചെയ്ത നിയത്ത് രാത്രിയിൽ തന്നെയാണോ റബ്ബേ അല്ല പ്രഭാതത്തിന് അല്ലയോ എന്ന് സംശയം. ഫർദ് നോമ്പിന് നിയത്ത് ചെയ്ത ശേഷം ആ ചെയ്ത നിയത്ത് രാത്രിയിൽ തന്നെയാണോ അല്ല പകലിലായിപ്പോയോ എന്നൊരു പേടി. നിയത്തിനെ ബാധിക്കുമോ? ഒന്നുമില്ല. നിയത്ത് സാധുവായി നടന്നു. ശേഷം വന്ന സംശയം നിയത്തിനെ ബാധിക്കൂല. നിയത്ത് വെക്കുമ്പോൾ പഠിച്ചവനെ പ്രഭാതമായോ അല്ല രാത്രി തന്നെയാണോ എന്ന് അടിക്കളിച്ചാലേ ബുദ്ധിമുട്ടുള്ളൂ. നിയത്ത് വെച്ച ശേഷം സംശയം, ഞാൻ വെച്ച നിയത്ത് രാത്രിയിൽ തന്നെയാണോ അല്ല നേരം വെളുത്തു പോയിനോ എൻ്റെ നിയത്ത് എന്ന് സംശയിച്ചാൽ ഒന്നും സംഭവിക്കൂല. പകലിലുള്ള സംശയം അങ്ങനെയുണ്ട്. രാത്രിയിൽ നിയത്ത് ചെയ്തിരുന്നോ എന്ന് ഫർദ് നോമ്പുകാരൻ പകലിൽ സംശയിക്കുന്നു. രാവിലെ 9 മണിക്ക് പഠിച്ചവനെ ഇന്നലെ രാത്രി ഞാൻ നിയത്ത് ശരിക്കും വെച്ചിരുന്നോ? രാത്രിയിൽ നിയത്ത് ചെയ്തിട്ടുണ്ട്
എന്ന് പിന്നീട് എപ്പോഴെങ്കിലും ബോധ്യപ്പെട്ടാൽ ആ നോമ്പ് സാധുവാണ്, ഒരിക്കലും ഖളാ വീട്ടേണ്ടതില്ല. ഒരു കാലത്തും ഈ ബോധ്യം കിട്ടുന്നില്ല എങ്കിൽ നോമ്പ് അസാധുവായി ഖളാ വീട്ടേണ്ടതാണ്. എപ്പെങ്കിലും ഉറപ്പ് കിട്ടിയാൽ മതി. രാത്രി നിയത്ത് വെച്ചിട്ടുണ്ട് എന്ന് എത്രയോ കൊല്ലം കഴിഞ്ഞിട്ട് ഉറപ്പ് കിട്ടി, എന്നാൽ ആ നോമ്പ് ഒന്നും ഖളാ വീട്ടേണ്ട പ്രശ്നമില്ല. ഒന്നും പിടികിട്ടുന്നില്ലെങ്കിൽ അന്നത്തെ നോമ്പ് ശരിയായിട്ടുണ്ടാവില്ല എന്ന് വെച്ചിട്ട് ഖളാ വീട്ടണം. ഒരു നോമ്പ് പൂർത്തിയായ ശേഷം നിയത്തിനെ കുറിച്ച് എപ്പോഴെങ്കിലും സംശയിച്ചാൽ, കഴിഞ്ഞ ആഴ്ച നോമ്പെടുത്തിന് ഇപ്പം സംശയം, ആ നിയത്ത് ശരിക്കും തന്നെയാ, അല്ലെങ്കിൽ പിറ്റേന്ന് മഗ്‌രിബ് കഴിഞ്ഞിട്ട് സംശയം, ഇന്നലെ രാത്രി നിയത്ത് വെച്ചത് നേർക്ക് തന്നെയാണോ? പ്രസ്തുത നോമ്പ് സാധു തന്നെ, ശേഷമുള്ള ഒരു സംശയത്തിനും ഒരു പ്രസക്തിയുമില്ല. നോമ്പ് പൂർത്തിയായില്ലേ, മഗ്‌രിബോടെ മുറിച്ചില്ലേ, പിന്നെ എല്ലാം തീർന്നേ ആ നോമ്പിനെ പറ്റിയാ ഇനി എക്കശക്ക് വലിച്ചെറിയുക. നിയത്ത് ചെയ്തു ഉറങ്ങിയ ശേഷം സുബഹിക്ക് മുമ്പായി ഉണർന്നാൽ നിയത്ത് പുതുക്കൽ നിർബന്ധമുണ്ടോ? നിയത്തെല്ലാം വെച്ചിട്ടാ ഉറങ്ങി ഇല്ല, പുതുക്കൽ സുന്നത്തുണ്ട്. ഉറങ്ങിയണീറ്റ് ഫജ്റിന് മുമ്പായിട്ട് കുറച്ച് സമയം ബാക്കിയുണ്ട്, നിയത്ത് മാറ്റിയെടുക്കൽ പ്രത്യേകം സുന്നത്ത്. നോമ്പിന് നിയത്ത് ചെയ്ത ശേഷം സുബഹിക്ക് മുമ്പായി നോമ്പ് വേണ്ടെന്ന് വെച്ചാലോ? നോമ്പ് വേണ്ട, എന്ത് നോമ്പടാ, ചെയ്ത നീയത്ത് അസാധുവായി. വേറെ നീയത്ത് അനിവാര്യം, വേറെ നീയത്ത് വെക്കണം. സിമെന്റ് തേച്ചപാട് ചവിട്ടിയോ മതിയോ? ഇടിഞ്ഞു പൊളിഞ്ഞു വീടില്ലേ സിമെന്റ് ഇട്ട പാട്, അവിടെ മലയിലെടുത്ത് വെക്കുന്നില്ലേ? നീയത്ത് ഉറച്ചു പിടിച്ചാ പ്രഭാതത്തിന് മുമ്പാൻ തീരുമാനിക്കും, നോമ്പ് വേണ്ട, ഞാൻ നീയത്ത് ചെയ്തത് ക്യാൻസലാക്കി. ഇടിഞ്ഞു പൊളിഞ്ഞ് സിമെന്റ് ചവിട്ടിയ പോലെ, ഉണങ്ങുന്നതിന് മുമ്പ് ചവിട്ടിയ പോലെ. പകലിലെ കരുത്ത്, നോമ്പുകാരൻ പകലിൽ നോമ്പ് ഒഴിവാക്കുന്നു എന്ന് കരുതി ഞാൻ ഇന്നലെ നിയത്ത് വെച്ചിട്ട് ആ നോമ്പ് എന്നെ കൊണ്ടാവില്ല, ഞാൻ അത് ക്യാൻസലാക്കിയിരിക്കുന്നു. അതേതുപോലെയാണ് സിമെന്റ് ഇട്ട് ഉണങ്ങി കാവ്യലിട്ട് ഉണങ്ങിയ ശേഷം ചവിട്ടിയിൽ കുത്തി, എന്നാലും ഇടിയുന്നുണ്ടാ, ഒന്നാവൂല. ഒന്നും അത്തരം കരുതൽ നോമ്പിന്റെ സാധുതയ്ക്ക് ഒരു കോട്ടവും എത്തൂല. എന്നെ കൊണ്ട് നോമ്പാവൂല, എന്ത് നോമ്പടാന്ന് പറഞ്ഞാലും ഒന്നും ഒരു പ്രശ്നവും വരില്ല. നിയത്തിലെ നിർണയം, ഫർദ് നോമ്പിന്റെ നിയത്തിൽ നിർണയിക്കുന്ന രൂപം വ്യക്തമാക്കുക. അനുഷ്ഠിക്കുന്ന നോമ്പ് റമദാനാണോ, പ്രായശ്ചിത്തമാണോ, നേർച്ചയാണോ എന്ന് വ്യക്തമാക്കി കരുതുക. പ്രായശ്ചിത്തത്തിന്റെ കാരണമോ നേർച്ചയുടെ ഇനമോ നോമ്പിന്റെ നിയത്തിൽ വ്യക്തമാക്കേണ്ടതുണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? വ്യത്യസ്ത നേർച്ച, പലതരം പ്രായശ്ചിത്തം, ഇവ ഓരോ വർഗത്തിൽപ്പെട്ടത് തന്നെയാണ്. നോമ്പിന്റെ നിയത്തിൽ പ്രായശ്ചിത്തത്തിന് കാരണം വ്യക്തമാക്കിയത് പിശകാണെന്ന് ബോധ്യപ്പെട്ടാൽ, പ്രായശ്ചിത്തത്തിന് കാരണം വ്യക്തമാക്കേണ്ട ആവശ്യമില്ല, ഇവൻ കാരണം വ്യക്തമാക്കി, നോക്കുമ്പോഴേക്ക് തെറ്റിപ്പോയി, പിശകാണ് എന്നെന്താകലി അത് പ്രായശ്ചിത്ത നോമ്പാവുകയില്ല. എങ്കിലും പെട്ടുപോയത് കൊണ്ട് അത് സുന്നത്ത് നോമ്പായി വകവെക്കും. വിവിധ വർഷങ്ങളിലെ റമദാൻ നോമ്പുകൾ ഖളാ വീട്ടുമ്പോൾ വർഷം നിർണയിച്ച് കരുതേണ്ടതുണ്ടോ? 81-ലേത്, 82-ലേത്, അതുപോലെ 76-ലേത്, 73-ലേത് ഇല്ല. കാരണം വിവിധ റമദാനുകളെല്ലാം ഒരേ വർഗത്തിൽപ്പെട്ടതാണ്. ഒരു പ്രത്യേക വർഷത്തെ നോമ്പ് ഖളാ വീട്ടാനുള്ളവൻ അബദ്ധത്തിൽ അവന് ഖളാ വീട്ടാൻ ബാധ്യതയില്ലാത്ത മറ്റേതോ വർഷമാണ് കരുതിപ്പോയത്. അല്ലാഹുവേ റബ്ബേ, 1975-ലെ നോമ്പ് ഖളാ വീട്ടേണ്ടത്, ഇവൻ തീയത്ത് വെച്ചത് 1968-ലെ നോമ്പ് ഖളാ വീട്ടുന്നു. 68-ൽ ഖളാ വീട്ടാനൊന്നുമില്ല, എന്നാൽ അത് ഖളാ വീട്ടുന്ന നോമ്പാവുകയില്ല. എങ്കിലും നിരപരാധിയായി പെട്ടത് കൊണ്ട് അത് സുന്നത്ത് നോമ്പായി കണക്കാക്കപ്പെടും. അതിന് ബുദ്ധിമുട്ടില്ല, സുന്നത്ത് നോമ്പായിട്ട് അതിനെ വരവെക്കും, കൊല്ലം മാറിയിട്ട്. അതുകൊണ്ടാണ് അറിഞ്ഞുകൂടാണ്ട് എന്താക്കണ്ട, അറിഞ്ഞുകൂടാണ്ട് വെറുതെ പണിയാക്കി തീർക്കുന്നത്. നിർണയിച്ചിട്ട് പയച്ചു പോയാൽ ബുദ്ധിമുട്ടാണത്, ഫർദ് നോമ്പായിട്ട് വിടില്ല.